dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ daily one word substitutionൽ നമ്മൾ ഇങ്ങനെ കുറേ വേർഡ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇന്നും പതിവ് പോലെ ഞാൻ ഒരു 5 വേർഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ആ വേർഡ്സ് ഏതൊക്കെയാണ്, അത് ഏത് ലെങ്തി ഫ്രേസിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണ ഒരു കാര്യമാണ് ഇൻഫേർണൽ. യെസ്, ഇപ്പോൾ ഈ ഇൻഫേർണൽ എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു വേർഡ് വരും അല്ലേ? ഈ എഫ് മാറ്റിയിട്ട് നമുക്ക് ടി ആക്കാം. ഇൻറ്റേർണൽ. യെസ്, എന്താണ് ഇൻറ്റേർണൽ? നമ്മുടെ ഈ ഇൻഫേർണലും ഇൻറ്റേർണലും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോൾ ഇൻഫേർണൽ എന്ന് വന്നുകൊണ്ട് ഞാൻ ഈ വേർഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ? ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ അകത്ത് എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻ. ഹാർട്ട് ഈസ് വൺ എമൗങ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേർണൽ ഓർഗൻസ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയ അവയവങ്ങളിൽ ഒന്നാണ് ഹാർട്ട്. അപ്പം അങ്ങനെ അകത്തുള്ള ഉള്ളിലുള്ള എന്ന് പറയണ മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇൻറ്റേർണൽ. എക്സ്റ്റേണൽ, ഇൻറ്റേർണലിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്റ്റേണൽ. പുറത്തുള്ള എന്തെങ്കിലും ഒരു സംഭവം പുറത്തുള്ളതെന്നാണ് നമ്മൾ ആ ഒരു മീനിങ്ങിലാണ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യും? എക്സ്റ്റേണൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. യെസ്, അപ്പോൾ നമുക്കിനി നമ്മുടെ വേർഡിലേക്ക് വരാം. എന്താണ് ഇൻഫേർണൽ എന്ന് പറഞ്ഞാൽ? റിലേറ്റിംഗ് ടു അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൽ. ഈ ആണ്. അതായത് നമ്മൾ ഒരു ഹെല്ലെന്ന് വെച്ചാൽ എന്താണ്? നരകമാണ്. ഹെല്ലെന്ന് പറഞ്ഞാൽ നരകം. ഹെവൻ, സ്വർഗത്തിന് നമ്മൾ എന്താണ് പറയുക? സ്വർഗം ഹെവനാണ്. അപ്പോൾ ഹെവൻ എന്ന് പറഞ്ഞാൽ സ്വർഗം, ഹെല്ലാണ് നരകം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നരകത്തെ സംബന്ധിക്കണ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക, നമ്മൾ പറയുവാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ഇൻഫേർണൽ. ഇനി അതല്ല, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അത് എന്താ പറയുക, നരകത്തിൻ്റെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്. ഇപ്പോൾ നരകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഭയങ്കര ഒരു ഹൊറിബിളാണ്, നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായ ഒരു സംഭവമാണല്ലേ. അതാണ് നമ്മൾ നരകം എന്ന് പറയണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ബിലീഫ് അതാണ്. നരകം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു സങ്കടവും ഒരു വേദനയൊക്കെ ഉള്ളൊരു ഇതിനെയാണ് നമ്മൾ നരകം അല്ലേ. ഭയങ്കര ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഒരു നമുക്ക് ശിക്ഷ കിട്ടുന്ന സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നരകം. സോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഭയങ്കരമായ ഒരു പെയിൻഫുൾ, അപ്പോൾ നമ്മൾ പറയാറില്ലേ നരകവേദനയാണ് എന്നൊക്കെ, അങ്ങനെയൊക്കെ. അപ്പോൾ നരകത്തിൻ്റെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ചാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യണത്. നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവം അത് അതിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയണത് നരകത്തിലുള്ള പോലെ, അതാണ് ഈ നരകവേദന എന്നൊക്കെ നമ്മൾ പറയണത്. സോ അങ്ങനത്തെ കോണ്ടെക്സ്റ്റിലും നമുക്ക് യൂസ് ചെയ്യാം ഇൻഫേർണൽ പെയിൻ. അങ്ങനെ ഹെൽ ലൈക്ക് പെയിൻ എന്ന് നമ്മൾ പറയണതിന് പകരം നമ്മളങ്ങനെ പറയാറില്ല. നമ്മൾ എന്ത് പറയും? നമ്മൾ ഇൻഫേർണൽ പെയിൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നരകവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയണ കാര്യം നരകത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫീച്ചറുമായി കണക്റ്റഡ് ആണ്, അങ്ങനെ ഒരു സെയിം ആയ ഫീച്ചർ ആണെങ്കിൽ നമുക്കവിടെ ഇൻഫേർണൽ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വേർഡാണ് എലീസിയം അല്ലേ. നമ്മൾ നരകം പഠിച്ചാൽ നമ്മൾ സ്വർഗവും പഠിക്കണമല്ലോ. യെസ്, എലീസിയം. എന്താണ് എലീസിയം എന്ന് പറഞ്ഞാൽ? എ പ്ലേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ്, നമുക്കെങ്ങനെ പറയാം, എ പ്ലേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഐഡിയൽ ഹാപ്പിനെസ്. യെസ്, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ, ഇത് എസ് ആണ്, ഡബിൾ എസ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരു സ്വർഗതുല്യമായ ഒരു സ്വർഗീയമായ എന്നൊക്കെ പറയണ മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് എലീസിയം. അപ്പോൾ ഒരു സംഭവം നരകതുല്യമായ അങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇൻഫേർണൽ. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒരു ഐഡിയൽ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് അല്ലേ, ഒരു ഐഡിയൽ ഹാപ്പിനെസ്, ഒരു എന്താ പറയുക, ഒരു 100% ഹാപ്പിനെസ് നമുക്ക് കിട്ടണ ഒരു കാര്യം. അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യും ഏത് വേർഡ്? എലീസിയം. സ്വർഗീയമായ അങ്ങനെ പറയണ കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് എലീസിയം. യെസ്, ഈ നെക്സ്റ്റ് വേർഡാണ് കൺസോൾ. കൺസോൾ എന്ന് പറഞ്ഞാൽ
to comfort someone when they are in a grief അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്. അല്ലെ, ഒരാൾക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രീഫ് ഉണ്ട്. എന്താണ് ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ? ഒരു നിരാശയാണ്. ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിരാശ. എന്താണ് ഗ്രീഫ് എന്ന് പറഞ്ഞാൽ? ഗ്രീഫ്, GRIEF, ഗ്രീഫ് എന്ന് പറഞ്ഞാൽ സങ്കടം. ഗ്രീവ് എന്നുള്ള വേർഡ് ഉണ്ടല്ലേ, ഗ്രീവ്. എന്താണ് ഗ്രീവ് എന്ന് പറഞ്ഞാൽ? അതായത് ഗ്രീഫ് എന്ന് പറഞ്ഞാൽ സങ്കടം. ദി ആക്ട് ഓഫ് ഗ്രീഫ് ആണ് എന്ത്? ഗ്രീവ്. അതായത് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യണ വേർഡാണ് ഗ്രീവ്. സോ ഇത് വെർബാണ്, ഇത് നൗണാണ്. ഗ്രീഫ് നൗണാണ്, ഗ്രീവ് വെർബാണ്. അപ്പോൾ സങ്കടം എന്നാണ് നിങ്ങൾക്ക് പറയുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് സ്റ്റിൽ ഗ്രീവിങ് ഫോർ ഇൻ ഹർ ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്. അവളുടെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ മരണത്തിൽ ഇപ്പോഴും അവൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. യെസ്, her grief in her grandmother's death lasted for 1 year. അല്ലെങ്കിൽ still it's there, ഇപ്പോഴും അവൾക്ക് ആ സങ്കടമുണ്ട്. അങ്ങനെ നൗണായിട്ട് സങ്കടം ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഗ്രീഫ് യൂസ് ചെയ്യും. നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, അങ്ങനെ അവിടെ വെർബായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യും? ഗ്രീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ഗ്രീവ് വെർബും ഗ്രീഫ് നൗണും. അപ്പോൾ കൺസോൾ ചെയ്യുക, നമുക്ക് നമ്മുടെ വേർഡിലേക്ക് വരാം. ഒരു ആളെ നമ്മൾ കൺസോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ആശ്വസിപ്പിക്കുക. സിമ്പിളായി പറഞ്ഞാൽ അതാണ്. ഒരാൾ സങ്കടത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു നിരാശയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ ചെന്ന് നമ്മൾ അവരെ ആശ്വസിപ്പിക്കും. സോ ആശ്വസിപ്പിക്കുക എന്നുള്ളതിൻ്റെ വേർഡാണ് എന്ത്? കൺസോൾ. അപ്പം നിങ്ങൾ ഇനി ആരെങ്കിലും ചെന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ ആശ്വസിപ്പിച്ചു എന്ന് പറയണ ആ ഒരു വേർഡിന് പകരം നിങ്ങൾക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ഞാൻ കൺസോൾ ചെയ്തു. യെസ്. നെക്സ്റ്റ് വേർഡാണ് എക്സീക്രബിൾ. എക്സീക്രബിൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബാഡ് അല്ലെങ്കിൽ അൺപ്ലസൻറ്റ്. എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ഒരു ബാഡാണ് അല്ലെങ്കിൽ ഒരു അൺപ്ലസൻറ്റ്, ഒരു ശപിക്കപ്പെട്ട എന്നൊക്കെ പറയണ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു ദുഷിച്ച അങ്ങനത്തെ ഒക്കെ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് എക്സീക്രബിൾ. നെക്സ്റ്റ് വേർഡാണ് സെക്ലൂഷൻ. സെക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ടു ബി അവേ ഫ്രം എന്ത് പറയാം നമുക്ക്? അതർ പീപ്പിൾ. വേറെ ആൾക്കാരിൽ നിന്ന് നമ്മൾ അകന്ന് താമസിക്കുക, അതായത് ഒരു ഏകാന്തവാസം. നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുക. സോ ആ ഒരു മീനിങ്ങിൽ ഏകാന്തവാസം എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ സെക്ലൂഷൻ എന്ന് പറയാം. യെസ്. അപ്പോൾ സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട. ഓക്കെ. സെക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏകാന്തവാസം. അപ്പോൾ സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ യെസ് അങ്ങനെ ഒറ്റപ്പെട്ട ആ ഒരു മീനിങ്ങിൽ നമുക്ക് നമ്മൾ ഒറ്റപ്പെട്ട അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത്? സെക്ലൂഡഡ് അല്ലേ? ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു നൗൺ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ നമ്മളവിടെ സെക്ലൂഷൻ അല്ലെ, ഒരു ഏകാന്തവാസം. അപ്പോൾ നമ്മൾ നമ്മുടെ 5 വേർഡ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതായിരുന്നു ഇൻഫേണൽ അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം റിലേറ്റഡ് ടു ഹെൽ, നരകവുമായി റിലേറ്റ് ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ ഒരു നരക തുല്യമായ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ഇൻഫേണൽ യൂസ് ചെയ്യും. അപ്പോൾ സ്വർഗീയമായ അല്ല, ഒരു ഹെവൻ ലൈക്ക് എന്ന് പറയണ ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? എലീസിയം എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു സംഭവം ഭയങ്കര ദുഷിച്ച, ഭയങ്കര എക്സ്ട്രീംലി ബാഡായ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ എക്സീക്രബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിന്നെ കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ നമ്മൾ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? കൺസോൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ഏകാന്തവാസം, കുറേ ആൾക്കാരിൽ നിന്നൊക്കെ അങ്ങനെ അകന്ന് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണേ? സെക്ലൂഷൻ എന്ന് പറയണേ. യെസ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത വേർഡ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സെഷൻസ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്കതിൻ്റെ കൂടെ അല്ലേ, നമ്മൾ എന്താ പറയുക, അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡൗട്ട്സും ഞാൻ ഡിസ്കസ് ചെയ്ത് പോകും. യെസ്.
അപ്പം ഇതേപോലെ നെക്സ്റ്റ് വൺ വേർഡിൻ്റെ സെഷനിൽ വേറെ കുറച്ച് വൺ വേർഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.